തമിഴ്നാട്ടിലെ വിരുദനഗറിൽ പടക്ക ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 23 പേർ മരിച്ചു. വിരുദനഗറിനടുത്തുള്ള കട്ടനാർപട്ടിയിലുള്ള വനജ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. ശക്തമായ സ്ഫോടനമാണ് ഉണ്ടായതെന്നും പ്രദേശമാകെ കുലുങ്ങിയെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ നിരവധി പേർ ഇവിടെ ജോലി ചെയ്തിരുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതുവരെ 8 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. സജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജയൻ, രക്ഷാപ്രവർത്തനം പൂർത്തിയായോ? എന്താണ് നിലവിലെ സാഹചര്യം? കളക്ടർ അടക്കമുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ചോ? അനുശ്രീ, വിരുദനഗർ കട്ടനാർപട്ടിയിലെ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിന്റെ മരണസംഖ്യ ഇപ്പോൾ 23 ഉയർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വിവിധ ഉദ്യോഗസ്ഥർ അന്വേഷണം തുടരുന്നു. ഈ സാഹചര്യത്തിൽ പടക്ക നിർമ്മാണശാലയുടെ ലൈസൻസ് റദ്ദാക്കി ജില്ലാ റവന്യൂ ഓഫീസർ ആനന്ദി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 20ഓളം പേർ വിവിധ ആശുപത്രികളിൽ തീവ്ര ചികിത്സാ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അവിടെ പലരുടെയും നില ഗുരുതരമായ ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 8 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 7 സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടുന്നു. അതുപോലെ ഈ ഒളിവിലായ ഉടമസ്ഥൻ അദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി ശ്രീനാഥയുടെ നേതൃത്വത്തിൽ 4 ടീമിനെ നിയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് വിഭാഗവും. ഇപ്പോൾ ഈ 8 സ്ത്രീകൾ മരിച്ചവരിൽ 8 പേരിൽ 7 സ്ത്രീകളും ഒരു പുരുഷനും പുരുഷന്റെയും മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റു പലരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ബന്ധുക്കളുടെ സഹായത്തോടെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇന്ന് അവധി ദിവസമായതിനാൽ ഞായറാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കി ഫാക്ടറി പ്രവർത്തിച്ചതിന്റെ പേരിലും ഉടമസ്ഥന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അതായത് ഈ ഗോവിന്ദനല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തു മാണിക്യം എന്ന ആളിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഫാക്ടറി പ്രവർത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ലൈസൻസ് റദ്ദാക്കി അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു. അത്യുഷ്ണം കാരണം ഈ സ്ഫോടനമുണ്ടായെന്നാണ് ആദ്യ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ തുടർന്ന് പോലീസും വിവിധ ഉദ്യോഗസ്ഥരും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എല്ലാം തന്നെ സംഭവ സ്ഥലത്തുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഉത്തരവിൽ പല മന്ത്രിമാരും അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ നടന്നു വരുന്നു. അനുശ്രീ, ശരി. സജയനാണ് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.